വെൽക്കം സ്റ്റുഡൻസ്. സ്റ്റാൻഡേർഡ് 9 ജോഗ്രഫി ചാപ്റ്റർ 3 നാഷണൽ ഇൻകം ആണ്. നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ടൊരു കൊളാഷ് അവിടെ കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഇൻകം ഷെയർ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ഹാസ് ഡിക്ലൈൻഡ്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇന്നവിറ്റബിൾ ഫോർ ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം സർവീസ് സെക്ടർ കണ്ടിന്യൂസ് ടു ബി ദ ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ. അപ്പോൾ നാഷണൽ ഇൻകം നമ്മുടെ രാജ്യത്തിന് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൊളാഷാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ദേശീയ വരുമാനം കാർഷിക മേഖലയുടെ സംഭാവന കുറഞ്ഞു വന്നു എന്നൊരു കൊളാഷ്. പിന്നീട് ദേശീയ വരുമാനം സേവന മേഖലയുടെ മുന്നേറ്റം തുടരുന്നു. ദേശീയ വരുമാനത്തിൻ്റെ വർധനവ് വ്യവസായ മേഖലയുടെ പുരോഗതിക്ക് അനിവാര്യമാണ് എന്ന് വെച്ചാൽ അത്യന്താപേക്ഷികമാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ വരുമാനത്തെക്കുറിച്ച് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ദേശീയ വരുമാനം കണക്കാക്കാനായിട്ടുള്ള ചില രീതികളുണ്ട്. ദേശീയ വരുമാനത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ആദ്യമേ തന്നെ നമുക്ക് എന്താണ് ദേശീയ വരുമാനം എന്ന് നോക്കാം. വാട്ട് ഈസ് നാഷണൽ ഇൻകം? The amount of the income earned by the members of the family through different sources during a year is the annual income of that family. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു കുടുംബത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ആ വർഷം, ആ ഒരു ഇയറിൽ ആ കുടുംബത്തിന് കിട്ടുന്ന വരുമാനത്തെയാണ് ആ കുടുംബത്തിൻ്റെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തിന് ഒരു വർഷം കിട്ടുന്ന മൊത്തത്തിലുള്ള വരുമാനത്തെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. The national income is the income received by a country in 1 year. Is its national income. It is the amount earned from the production of the goods and services in a country during a year. ആ നാഷണൽ ഇൻകത്തിൻ്റെ ആ വരുമാനത്തിൻ്റെ സ്രോതസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളിലൂടെയും ലഭിച്ച ഇതാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് എമൗണ്ട്, സാധനങ്ങളുടെയും സേവനങ്ങളിലൂടെയും ലഭിച്ച ആ എമൗണ്ടിനെയാണ്, അതിലൂടെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് റിസീവ്ഡ് ഫ്രം മെയിൻലി 3 സെക്ടേഴ്സ്. ഇത് പ്രധാനമായിട്ടും 3 മേഖലയിലാണ് നമുക്ക് കിട്ടുന്നത്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി സെക്ടർ ഈസ് അഗ്രികൾച്ചർ സെക്ടർ, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. സെക്കൻഡറി ഈസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ടെർഷ്യറി ഈസ് സർവീസ് സെക്ടർ, സേവന മേഖല. ആഡിങ് അപ്പ് ദി ഇൻകം ഫ്രം ദീസ് 3 സെക്ടേഴ്സ് വി ഗെറ്റ് നാഷണൽ ഇൻകം. അപ്പോൾ ഈ 3 മേഖലകളിൽ നിന്നുള്ള വരുമാനവും കൂടെ മൊത്തത്തിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് ദേശീയ വരുമാനം ലഭിക്കുന്നത്. When we calculated the money value of goods and services produced in the country during a particular year, we get the national income of that country of that year. അപ്പോൾ നമുക്ക് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യത്തെ പണപരമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ, when we calculate the money value of goods and services produced within a country during a particular year, ഒരു പ്രത്യേക വർഷം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ദേശീയ വരുമാനം ലഭിക്കുന്നു. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്? അതായത് നമ്മൾക്ക് ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം, ഒരു രാജ്യത്തിന് എത്രമാത്രം സാമ്പത്തിക വളർച്ച മറ്റു രാജ്യവുമായിട്ട് കമ്പയർ ചെയ്തുണ്ടായിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദേശീയ വരുമാനത്തെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ $1 ബില്യൺ USA, ചൈന, ജപ്പാൻ മുതൽ ബ്രസീൽ വരെയുള്ള രാജ്യങ്ങളുടെ ദേശീയ വരുമാനം 2010, 13, 14 കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊരു കമ്പാരിസൺ നടത്താനായിട്ട് 3 ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ആർക്കാണ് ഹയസ്റ്റ് ഇൻകം, ആർക്കാണ് ലോവസ്റ്റ് ഇൻകം, 2013 ആർക്കാണ് ഇക്കണോമിക് ഗ്രോത്ത് കൂടിയത് 2014 അങ്ങനെ ഒരു 3 ചോദ്യങ്ങളുണ്ട്. അത് നിങ്ങൾ തനിയെ ചെയ്യേണ്ടതാണ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു കമ്പയർ ചെയ്യാനാണ് ഗ്രോത്ത് മറ്റ് രാജ്യങ്ങളുമായിട്ട് എങ്ങനെയാണ് ദേശീയ വരുമാനം ഉണ്ടായിരുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നാഷണൽ ഇൻകം പഠിക്കുന്നതിനുള്ള മറ്റൊരു ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ടു ആക്സസ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഇൻ ദി ഇക്കോണമി. അപ്പോൾ വിവിധ മേഖലകളിലൂടെ കിട്ടുന്ന വരുമാനം, അത് സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അടുത്തത്, ടു സ്റ്റഡി ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി ഇക്കോണമിയിലെ സമ്പദ്ഘടനയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ടു ഹെൽപ്പ് ദി ഗവൺമെൻറ് ഇൻ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിങ്, ഗവൺമെൻറ്റിനെ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും നടപ്പിലാക്കുവാനും സഹായിക്കുന്നു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ടു ഫൈൻഡ് ഔട്ട് ദ ലിമിറ്റേഷൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും ലിമിറ്റേഷൻസും മെറിറ്റ്സും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ദേശീയ വരുമാനത്തിൽ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്, മൊത്ത ദേശീയ ഉൽപ്പന്നം. ദെൻ വാട്ട് ഈസ് ദിസ് ഗ്രോസ് നാഷണൽ
product. Gross national product is an important concept of the national income. It is calculated on the basis of the final goods and services produced in a country. അതായത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് ദേശീയ വരുമാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. ഫസ്റ്റ് കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. അന്തിമ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, നമുക്ക് കിട്ടുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് കണക്കാക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾക്കിപ്പോൾ റബ്ബറുണ്ട്, റബ്ബറിൽ നിന്ന് പാലെടുക്കുന്നു, അത് ഷീറ്റ് അടിക്കുന്നു, അതിനുശേഷം അത് ഇപ്പോൾ ടയർ കമ്പനിയിൽ പോകുന്നു, അത് നമ്മളത് ടയറാക്കി യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റബ്ബർ ഉൽപ്പന്നങ്ങളായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ലാസ്റ്റ് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ്, ഇപ്പോൾ നമ്മൾ ടയറാണ് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ് എങ്കിൽ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ കണക്കാക്കുന്നത്. ഒരു എക്സാമ്പിൾ, വേറെ ഒരു ഫൈനൽ പ്രോഡക്റ്റിൻ്റെ എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, നോക്കാം. ഫോർ എക്സാമ്പിൾ, വി മാനുഫാക്ചർ ഷർട്ട്സ് യൂസിങ് റോ മെറ്റീരിയൽസ് സച്ച് ആസ് ക്ലോത്ത്, ത്രെഡ് ആൻഡ് ബട്ടൺ. അപ്പോൾ ക്ലോത്തും ത്രെഡും ബട്ടണും ഉപയോഗിച്ചാണ് നമ്മൾ ഷർട്ട് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഈ ഷർട്ട് എന്ന് പറയുന്നതാണ് ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് കൺസംഷൻ. ദ മണി വാല്യൂ ഓഫ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ കാൽക്കുലേറ്റിംഗ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പം ആ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ മണി വാല്യൂ ആണ് നമ്മൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വൈൽ കാൽക്കുലേറ്റിംഗ് ദ മണി വാല്യൂ ഓഫ് ദി ഷർട്ട്, ദി വാല്യൂ ഓഫ് ദ റോ മെറ്റീരിയൽസ് സച്ച് ആസ് ബട്ടൺസ് ആൻഡ് ക്ലോത്ത്സ് ആർ ഇൻക്ലൂഡഡ്. അപ്പം നമ്മൾ ഈ കണക്ക് കൂട്ടുമ്പോഴത്തേക്കിനും ഈ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള ബട്ടൺസിൻ്റെയും ക്ലോത്തിൻ്റെയും ഒക്കെ മൂല്യം ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു. എന്നിട്ടാണ് ആ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ വാല്യൂ കൂട്ടുന്നത്. ദസ് ദ മണി വാല്യൂ ഓഫ് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഈസ് ദി ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. What is gross national product means? It is the money value of the final goods and services produced in the gross national product. അപ്പം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് നമ്മുടെ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദ GNP ഓഫ് ദ കൺട്രി ഈസ് കാൽക്കുലേറ്റഡ് ഫോർ എ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ, ഒരു പ്രത്യേക ഇതിലാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയറിലായിട്ട്, സാമ്പത്തിക വർഷത്തിൽ. നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 തീയതി മുതൽ മാർച്ച് 31 വരെയാണ്. ദ ഫിനാൻഷ്യൽ ഇയർ ഈസ് ഫ്രം 1 April to 31 March. അങ്ങനെയാണ് നമ്മൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കണക്കാക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. വാട്ട് ഈസ് GDP? GDP ഈസ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ കൺസെപ്റ്റ് ഓഫ് ദി നാഷണൽ ഇൻകം ടു അനലൈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി സെക്ടേഴ്സ് ഇൻ ആൻ ഇക്കോണമി. അപ്പോൾ നമുക്കിനി GDP എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട ആശയമാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമെന്ന് പറയുന്നത്. അപ്പം ദ GDP ഓഫ് എ കൺട്രി ഈസ് ദി ടോട്ടൽ മണി വാല്യൂ ഓഫ് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി. ആ വാക്ക് നിങ്ങൾ ഓർക്കണം, ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. ദി ഇൻകം ഓഫ് ദ പീപ്പിൾ വർക്കിംഗ് അബ്രോഡ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫേംസ് ഓപ്പറേറ്റിംഗ് അബ്രോഡ് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് വൈൽ കാൽക്കുലേറ്റിംഗ് GDP. അല്ലെങ്കിൽ GDP അതായത് ഒരു വ്യക്തി വിദേശത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ ആ വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഇന്ത്യൻ സ്ഥാപനം അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു എന്ന് വെക്കുക. ആ സ്ഥാപനത്തിൻ്റെ ലാഭം അമേരിക്ക GDPയിൽ ഉൾപ്പെടുത്തുന്നു. അമേരിക്ക അവരുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDPയിൽ ഉൾപ്പെടുത്തുന്നു. പക്ഷേ ഇന്ത്യ ഉൾപ്പെടുത്തുന്നത് ഇന്ത്യ GNPയിലാണ് അത് ഉൾപ്പെടുത്തുന്നത്. ഇന്ത്യ ഈസ് ഇൻക്ലൂഡിങ് ഇറ്റ് ഇൻ ദി GNP എന്ന് വെച്ചാൽ ഇന്ത്യയിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ ഇത്തരം വരുമാനം ഒഴിവാക്കുന്നു. ഇന്ത്യയിൽ നമ്മൾ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം നമ്മുടെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നോക്കുമ്പോഴത്തേക്കിനും നമ്മളിത് കണക്ക് കൂട്ടുന്നില്ല. പക്ഷേ നമ്മൾ GNP നോക്കുമ്പോൾ വിദേശത്തെ വരുമാനം നമ്മൾ കണക്ക് കൂട്ടും. ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നോക്കുമ്പോൾ നമ്മൾ GDP നമ്മൾ വിദേശത്തുനിന്നുള്ളത് കണക്ക് കൂട്ടുന്നില്ല. The profit of the institution will be included in the gross domestic product of the America, but what we calculate here it is in the gross national product in India. That is to say, while calculating GDP of India, such income will be excluded. അപ്പോൾ വിദേശത്തു നിന്നുള്ള വരുമാനം നമ്മൾ GDPയിൽ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നില്ല. മനസ്സിലായോ? GDP. The GDP of a country is the total money value of the final goods and services produced within the domestic territory during a financial year.
ദെൻ വാട്ട് ഈസ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് NNP, അതായത് അറ്റ ദേശീയ ഉൽപ്പന്നം. എന്താണ് ഈ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക. ഇഫ് യു പർച്ചേസ് എ കമ്പ്യൂട്ടർ ആൻഡ് സെൽ ഇറ്റ് the next year, will you get the same amount for that you spend while purchasing it? Why? അതായത് നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങുകയാണെങ്കിൽ നമ്മളത് വാങ്ങിച്ചപ്പോഴത്തേക്കിനും അതിന് ഒരു 50,000 രൂപ വില ഉണ്ടെന്ന് കരുതുക. നമ്മൾ വിൽക്കാൻ നേരം നമുക്ക് ആ 50,000 രൂപ കിട്ടണമെന്ന് ഉണ്ടോ? അല്ലെങ്കിൽ 25,000 രൂപയ്ക്കാണ് വാങ്ങിച്ചതെങ്കിൽ 25,000 രൂപ നമുക്ക് കിട്ടണമെന്ന് ഉണ്ടോ? ഇല്ല, കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. എന്താണ് അതിൻ്റെ കാരണം നമുക്കറിയാം അല്ലേ? സിമിലർലി വിത്ത് ടൈം, മെഷീനറി ആൻഡ് അതർ തിങ്സ് സഫർ ഫ്രം വിയർ ആൻഡ് ടിയർ. അതായത് തേയ്മാനങ്ങളുണ്ടാവും, വിയർ ആൻഡ് ടിയർ ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ് അത് ഒരാൾ യൂസ് ചെയ്തതാണ്, ഇപ്പോൾ കുറച്ച് നാൾ അവർ കൈകാര്യം ചെയ്ത് അതിൻ്റേതായ ഒരു പഴക്കം അതിനുണ്ടാവും. ദ കോസ്റ്റ് ഇൻകോർഡ് ടു റെമഡി ദിസ് വിയർ ആൻഡ് ടിയർ ഇസ് ടേമഡ് ആസ് ഡിപ്രീസിയേഷൻ ചാർജസ്. അങ്ങനെ ഈ തേയ്മാനങ്ങളൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കിനും ഈ തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെ നമ്മൾ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാന ചെലവെന്ന് പറയുന്നു. ഈ തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാന ചെലവെന്ന് വിളിക്കുന്നു. The depreciation charges are taken into consideration while considering the national income. അപ്പോൾ നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നമ്മൾ ഈ ഡിപ്രീസിയേഷൻ ചാർജും കൂടി കണക്കാക്കുന്നുണ്ട്. When we deduct depreciation from the gross national product, we get the NNP അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കണക്കാക്കുമ്പോഴത്തേക്കിനും നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിപ്രീസിയേഷൻ ചാർജ് നമ്മൾ കുറയ്ക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? NNP അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ചാർജസ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ NNP അല്ലെങ്കിൽ അറ്റ ദേശീയ വരുമാനം എന്ന് വിളിക്കുന്നത്. ടെക്നിക്കലി ദ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് കൺസിഡർഡ് ആസ് നാഷണൽ ഇൻകം. അപ്പോൾ നമ്മൾ സാങ്കേതികമായിട്ട് പറയുമ്പോഴത്തേക്കിനും അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ദേശീയ വരുമാനമെന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് വെച്ചാൽ പ്രതിശീർഷ വരുമാനം. അത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. പ്രതിശീർഷ വരുമാനം, ശീർഷം എന്ന് വെച്ചാൽ ഹെഡ്, പെർ ക്യാപിറ്റ ഇൻകം. വെൻ വി ഡിവൈഡ് ദി നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ വി ഗെറ്റ് ദി പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ നമ്മൾ നാഷണൽ ഇൻകത്തെ, ദേശീയ വരുമാനത്തെ നമ്മൾ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കിനാണ് നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം ലഭിക്കുക. ഇറ്റ് ഹെൽപ്സ് ടു നോ ദി ഇക്കണോമിക് പൊസിഷൻ ഓഫ് എ കൺട്രി ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് അതർ കൺട്രീസ്. അപ്പം നാഷണൽ പെർ ക്യാപിറ്റ ഇൻകത്തിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഒരു രാജ്യത്തിന് സാമ്പത്തികമായിട്ട് ഏത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്നും ആ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ. ഇനി നമുക്ക് ഹൗ ടു കാൽക്കുലേറ്റ് ദി നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൻ്റെ കാൽക്കുലേറ്റ് ആയിട്ട് വിവിധ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിനെ കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം നമ്മൾ പഠിച്ച GDP, GNP, NNP അത്രയും കാര്യങ്ങളും, പെർ ക്യാപിറ്റ ഇൻകം, ദെൻ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഇൻകം, അത്രയും പഠിച്ച് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.